പൃഥുമഹാരാജാവ് ഭഗവാനോട് തുടരുകയാണ്. സർവൈശ്വര്യ പരിപൂർണനായ ജഗദീശ്വര, അവിടുന്ന് സച്ചിദാനന്ദ സ്വരൂപനും ആത്മാരാമനുമാകയാലാണ് സജ്ജനങ്ങൾ ജ്ഞാനം, വിരക്തി തുടങ്ങിയവ സിദ്ധിച്ച ശേഷവും അങ്ങയെ തുടർന്നും ആരാധിക്കുന്നത്. ആത്മജ്ഞാനം സിദ്ധിച്ചവർ കേവലം വിഷയസുഖലബ്ധിക്കായി ഭഗവാനെ ഭജിക്കുകയില്ലല്ലോ. പരമാത്മാവായ അവിടുത്തെ പദകമല സ്മരണയല്ലാതെ മറ്റൊരു ലക്ഷ്യവും അവർക്കില്ല തന്നെ. ഭഗവാൻ വ്യാസൻ ഈ ഭാഗത്ത് ഭക്തിയുടെ ഉദാത്തമായ തലത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. അഭേദ ഭക്തി. സാധാരണ ഭക്തി എന്ന് പറയുന്നത് ഭേദതലത്തിലാണ്. ഭഗവാനും ഭക്തരും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ടാകും, ഭേദം ഉണ്ടാകും. അതാണ് നമുക്ക് പലപ്പോഴും പരിചിതമായ ഭക്തി. ഭഗവാൻ എന്ന് പറയുന്നത് വേറെ എവിടെയോ വസിക്കുന്ന ഒരാളാണ്. ആ ഭഗവാനെ നമ്മുടെ ഭക്തി കൊണ്ട് തൃപ്തിപ്പെടുത്തി അനുഗ്രഹങ്ങൾ വാങ്ങിക്കുകയാണ്. ഇവിടെ ഭക്തി എന്ന് പറയുന്നത് അഭേദ തലത്തിൽ തന്നെയാണ്. താൻ തന്നെയാണ് ഭഗവാൻ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നോട് തന്നെ ഉണ്ടാവുന്ന ഭക്തി. അത് വളരെ ഉയർന്ന തലമാണ്. ആ ഭക്തിയെയാണ് ഇവിടെ വ്യാസഭഗവാൻ നമുക്ക് പരിചയപ്പെടുത്തി തരാൻ ശ്രമിച്ചു തുടങ്ങുന്നത്. ഇനി അങ്ങോട്ട് ഇതിനെ പല സ്ഥലങ്ങളിലും നമുക്കത് പരിചിതമാകും. അഭേദ ഭക്തി വളരെ ഉദാത്തമായിട്ടുള്ള ഭക്തിയാണിത്. സാധാരണ രീതിയിൽ ഭഗവാൻ, ഭക്തര്, ഭക്തി അങ്ങനെ ഉണ്ടാവും. ഇതൊക്കെ വെവ്വേറെ ആയിട്ടാണ് ഇരിക്കുക. ഇവിടെ വേറെ വേറെ വേറെയല്ല, ഇതെല്ലാം ഒന്നു തന്നെ ആയിരിക്കും. അതാണ് അഭേദഭക്തിയുടെ പ്രാധാന്യം. ഇവിടെ പൃഥു മഹാരാജാവ് ഭഗവാനെ അഭിസംബോധന ചെയ്യുകയാണ്. സർവൈശ്വര്യ പരിപൂർണനായ ജഗദീശ്വര, എല്ലാ ഐശ്വര്യങ്ങളെ കൊണ്ടും പരിപൂർണനായ ഭഗവാൻ. ഭഗവാൻ എല്ലാ ഐശ്വര്യങ്ങളും, നമുക്ക് ഏതൊക്കെ വിവിധ തരങ്ങളായിട്ടുള്ള ഐശ്വര്യങ്ങളെ അറിയാമോ അതെല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ ഭഗവാനിലുണ്ട്. ഭഗവാൻ പരിപൂർണനാണ്, അപൂർണനല്ല. അദ്ദേഹം പൂർണ്ണനാണ്. അതുകൊണ്ട് എന്താ വ്യത്യാസം? അദ്ദേഹത്തിന് എന്തെങ്കിലും വേണം വേണ്ട എന്ന് തോന്നുന്നില്ല. നമുക്ക് പലപ്പോഴും പലതും വേണമെന്നും വേണ്ട എന്നും തോന്നുന്നത് ഈ അപൂർണത നമ്മളിൽ ഉള്ളത് കൊണ്ടാണ്. നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു ശൂന്യത അനുഭവപ്പെടുന്നത് കൊണ്ടാണ് അതിനെ നിറയ്ക്കുവാൻ വേണ്ടിയിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങളെ അന്വേഷിക്കുന്നത്. പലതരത്തിലുള്ള വിഷയങ്ങൾ നമ്മുടേതാക്കിയിട്ടും ആ അതൃപ്തി അങ്ങോട്ട് മാറുന്നില്ല. അപൂർണതയുണർത്തുന്ന അതൃപ്തി അങ്ങോട്ട് മാറുന്നില്ല. ഈ അതൃപ്തിയാണ് ദുഃഖം. ഈ അതൃപ്തിയാണ് നമ്മളെ പലതും തേടാൻ പ്രേരിപ്പിക്കുന്നത്. അത് കിട്ടിയാൽ തൃപ്തിയാകുമെന്ന് വിചാരിച്ച് അത് കിട്ടിക്കഴിഞ്ഞിട്ടും ആ അപൂർണത പൂർണ്ണമാകുന്നില്ല. പിന്നെ അടുത്തതിലേക്ക് കയറുന്നു. അതും വളരെ പ്രയാസപ്പെട്ട് നമ്മുടേതാക്കി കഴിയുമ്പം അപ്പോഴും പൂർണ്ണതയിലേക്ക് എത്തുന്നില്ല. വീണ്ടും അതൃപ്തി ഉണ്ടാകുന്നു. അങ്ങനെ അതൃപ്തരായിട്ട് നമ്മൾ അലയുകയാണ്. വാസ്തവത്തില് നമ്മൾ ഓരോരുത്തരുമാണ് അശ്വത്ഥാമാവ്. തൃപ്തിയില്ലാതെ അലയുന്നവരാണ് നമ്മൾ. ഈ തൃപ്തി എപ്പോഴാണ് ഉണ്ടാവുക? തൃപ്തി നമ്മുടെ ഉള്ളിലെ പൂർണ്ണതയെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ തൃപ്തി ഉണ്ടാവുകയുള്ളൂ. അല്ലാത്തിടത്തോളം കാലം നമ്മൾ അതൃപ്തരായിരിക്കും. പുറത്ത് കാര്യങ്ങൾ സമാഹരിച്ചാൽ പൂർണ്ണതയുണ്ടാകുമെന്ന ധാരണ അപൂർണതയെ നിലനിർത്തുക മാത്രമേ ചെയ്യുകയുള്ളൂ. ആ അപൂർണതയാകട്ടെ നിത്യ അതൃപ്തിക്ക് കാരണമായിരിക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഓരോരുത്തരും അതൃപ്തരാണ്. അശ്വത്ഥാമാവ് ആണ് നമ്മൾ ഓരോരുത്തരും. ഭഗവാനാകട്ടെ അങ്ങനെയല്ല. എല്ലാ ഐശ്വര്യങ്ങളും കൊണ്ട് പരിപൂർണനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒന്ന് വേണം വേണ്ട എന്നില്ല. പിന്നെ അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നത് അദ്ദേഹത്തിന് വേണം വേണ്ട എന്നുള്ളത് കൊണ്ടല്ല, പിന്നെ അദ്ദേഹം കാരുണ്യവാനായത് കൊണ്ടാണ്. ഇപ്പൊ സർവൈശ്വര്യങ്ങൾ കൊണ്ടും പരിപൂർണനായ അല്ലയോ ജഗതീശ്വര, ജഗത്തിന്റെ ഈശ്വര, ഈ മുഴുവൻ പ്രപഞ്ചത്തെ നയിക്കുന്നത്, ഭരിക്കുന്നത്
ഭഗവാനാണ്. ഓരോന്നിനെയും അതാതായിട്ട് നിലനിർത്തുന്നത് ഭഗവാനാണ്. ഓരോന്നും അതാതായിട്ട് നിലനിൽക്കുന്നത് അതിൻ്റെ സ്വഭാവം കൊണ്ടാണ്. വെള്ളത്തിൻ്റെ സ്വഭാവം നനയ്ക്കുക എന്നുള്ളതാണ്, താഴ്ന്ന തലത്തിലേക്ക് ഒഴുകുക എന്നുള്ളതാണ്. ആ സ്വഭാവമായി അതിനെ നിലനിർത്തുന്നത് ഭഗവാനാണ്. ഭഗവാനാണ് വെള്ളത്തെ വെള്ളമാക്കി നിർത്തുന്നത്. ഭഗവാനാണ് വായുവിനെ വായുവാക്കി നിർത്തുന്നത്. ഭഗവാനാണ് അഗ്നിയെ അഗ്നിയാക്കി നിർത്തുന്നത്. ഭഗവാനാണ് നമ്മൾ ഓരോരുത്തരായിട്ട് നിലനിർത്തുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും സാരമായ സ്വഭാവമായിരുന്നു കൊണ്ട് നമ്മളെ നമ്മളാക്കി നിലനിർത്തുന്നത് ഭഗവാനാണ് എന്നുള്ളത് കൊണ്ട്, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഭരിക്കുന്നത് ഭഗവാനാണ് എന്നുള്ളത് കൊണ്ട് ഭഗവാനെ ജഗദീശ്വരൻ എന്ന് വിളിക്കുന്നു. സർവൈശ്വര്യ പരിപൂർണനായ ജഗദീശ്വര അവിടുന്ന് സച്ചിദാനന്ദ സ്വരൂപനും ആത്മാരാമനുമാണ്. അവിടുത്തെ എങ്ങനെയാ നിർവചിക്കുക? 2 കൈ 2 കാല് 4 തല അങ്ങനെയല്ല. അവിടുന്ന് ശരിക്കും എന്താ, അവിടുത്തെ സാരം എന്താ, അതാണ് നിർവചിക്കുന്നത്. അങ്ങ് ആരാണ്? അങ്ങ് സച്ചിദാനന്ദ സ്വരൂപിയാണ്. നമ്മൾ ഓരോരുത്തരും അതേപോലെ തന്നെ ആ ഭഗവാന്റെ തന്നെ ചെറിയ പതിപ്പാണ് എന്നുള്ളത് കൊണ്ട് നമുക്കും ആ ഭഗവാന്റെ വൈശിഷ്ട്യം ഉണ്ടാകാതിരിക്കുകയില്ല. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഈ സത്ത് ഉണ്ട്. സത്ത് എന്ന് പറഞ്ഞാൽ ഉണ്മ ഉണ്ട് എന്നുള്ള തോന്നല്, ഉണ്ടായി എന്ന തോന്നല് ഉണ്ടാവില്ല, ഇല്ലാതാവും എന്ന തോന്നലും ഇല്ല. ഉണ്ട് എന്ന തോന്നല് മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്കും അങ്ങനെ തന്നെയാ. നമ്മൾ ജനിച്ചു എന്നുള്ളതൊരു കേട്ടറിവാ. മരിച്ചാൽ മരിച്ചു എന്നറിയാൻ നമ്മൾ ഉണ്ടാകുമോ എന്ന് അറിയില്ല. നമുക്ക് ഇപ്പമുള്ള അറിവ് ഞാൻ ഉണ്ട് എന്ന് മാത്രമാണ്, ഉണ്മ മാത്രമാണ് നമുക്കറിയാൻ സാധിക്കുന്ന കാര്യം. സത്ത്, ഉണ്മ, ബീയിങ്നെസ്, നമ്മളുണ്ട്. ചിത്ത്, ബോധം നമുക്കുണ്ട്. ചെറിയ തോതിലായിരിക്കാമെങ്കിലും നമുക്ക് ഉണ്ട് ഈ ചിത്ത്. കോൺഷ്യസ് ആണ് നമ്മൾ, അവയർനെസ് ഉണ്ട് നമുക്ക്. ഭഗവാൻ എല്ലാത്തിനെ കുറിച്ചും അവെയറാണ്, നമുക്ക് ചിലതിനെ കുറിച്ച് മാത്രമേ അവയർനെസ് ഉള്ളൂ. നമ്മുടെ അവയർനെസ് ലിമിറ്റഡ് ആണ്. നമ്മുടെ ഉണ്ട് എന്നുള്ള ഫീലിങ്ങും ലിമിറ്റഡ് ആണ്. ആ ബീയിങ് ഫീലിങ്ങും ലിമിറ്റഡ് ആണ്. നമ്മൾ സങ്കുചിതരാണ്, ഭഗവാൻ പൂർണ്ണ വികസിതൻ. അപ്പോൾ ചിത്ത് നമുക്കുണ്ട്. അപ്പൊ സത്തും ചിത്തും നമുക്കുണ്ട്. ആനന്ദവും നമുക്കുണ്ട്. ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു ബ്ലിസ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നല്ലവണ്ണം ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റാല് നമുക്ക് സുഖം തോന്നുന്നത്. ബാഹ്യമായ വസ്തുക്കളുടെ സമാഹരണത്തിൽ ഉണ്ടാകുന്ന സുഖമല്ല അത്. ഉറങ്ങിക്കിടക്കുമ്പം നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ലല്ലോ. പക്ഷെ നല്ലവണ്ണം ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു സുഖമുണ്ട്. ആ സുഖം നമ്മുടെ സ്വാനുഭവമാണ്. അതിന് പുറത്തുനിന്നൊന്നും ആവശ്യമില്ല. പക്ഷെ ചിന്തകളുടെ ബാഹുല്യം മൂലം, ഈ അപൂർണത ഉണർത്തുന്ന അതൃപ്തി മൂലം ആ ആനന്ദം നമുക്ക് ശരിക്കും അനുഭവിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ചെറിയ രീതിയിൽ നമ്മൾ ഓരോരുത്തരും സച്ചിദാനന്ദ സ്വരൂപികൾ തന്നെയാണ്. ഭഗവാനാകട്ടെ പരിപൂർണനായതുകൊണ്ട് അദ്ദേഹത്തിന് അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ സാധിക്കും. അല്ലയോ ഭഗവാനെ, അവിടുന്ന് സച്ചിദാനന്ദ സ്വരൂപനും ആത്മാരാമനുമാണ്, തന്നിൽ തന്നെ അഭിരമിക്കുന്നയാളുമാണ്. കാരണം ഭഗവാനല്ലാതെ വേറെ എന്തെങ്കിലും ഉള്ളതായിട്ട് ഭഗവാന് അറിയില്ലല്ലോ. ഭഗവാൻ എവിടെ നോക്കിയാലും ആരെയാ കാണുക? ഭഗവാനെയാ കാണുക. ഒരു നടൻ താൻ അഭിനയിച്ച എല്ലാ കഥാപാത്രങ്ങളിലും തന്നെ കാണുന്നത് പോലെ ഭഗവാൻ എല്ലാത്തിനെയും കാണുമ്പോൾ താനായിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് അദ്ദേഹം ആത്മാരാമനും കൂടിയാണ്. അവിടുന്ന് സച്ചിദാനന്ദ സ്വരൂപനും ആത്മാരാമനുമാകയാലാണ് സജ്ജനങ്ങൾ ജ്ഞാനം, വിരക്തി തുടങ്ങിയവ സിദ്ധിച്ച ശേഷവും അങ്ങയെ തുടർന്നും ആരാധിക്കുന്നത്. ജ്ഞാനവും വിരക്തിയും ഒക്കെ ലഭിച്ചു കഴിഞ്ഞാൽ സജ്ജനങ്ങൾക്ക് ഭഗവത് കൃപ കൊണ്ട് അറിവുണ്ടാവുകയാണ്. എന്തറിവാ ഉണ്ടാവുക? ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് തുടങ്ങിയ അറിവല്ല. ഭഗവാൻ അനുഗ്രഹിച്ചിട്ട് സിദ്ധി ഉണ്ടാകുമ്പോൾ അറിയുന്ന അറിവ് ഭഗവാനല്ലാതെ വേറെ ഒന്നുമില്ല എന്ന തിരിച്ചറിവാണ്. അതാണ് ശരിക്കുമുള്ള സിദ്ധി. ബാക്കി സിദ്ധികളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ്. ഇപ്പൊ അങ്ങനത്തെ പലരെയും നമുക്ക് കാണാം. ഏതെങ്കിലുമൊക്കെ അമ്പലത്തിൽ പോയിരുന്ന്
കുറച്ചു കാലം ഉപാസിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞ് സിദ്ധിയുള്ളവരായിട്ട് സ്വയം പ്രഖ്യാപിക്കുന്ന ആൾക്കാർ. അവര് സിദ്ധരാണെന്ന് നമ്മൾ എങ്ങനെയാ അറിയണത്? അവർ സ്വയം പ്രഖ്യാപിക്കുകയാണ്. ഇപ്പൊ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വന്ന് അവരവരുടെ സിദ്ധികളെ ഉച്ചൈസ്തരം ഘോഷിക്കുകയാണ്. ഇനി അവരവരുടെ സിദ്ധികളെ ഘോഷിച്ചിട്ട് ആരും കേൾക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണോ എന്നറിയില്ല, അവരുടെ അനുചരന്മാരും ഇവരെ പാടി പുകഴ്ത്തുകയാണ്. ഇങ്ങനെയുള്ള അനവധി സിദ്ധന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോ. ആ അറിവല്ല ഇവിടെ ഈ പറയുന്ന അറിവ്. അങ്ങനെ അറിയുന്നവര് ഭാവി പറയും, നമ്മളെ കാണുമ്പോൾ നമ്മുടെ ഭാവിയെ കുറിച്ച് പറയും. അങ്ങനെ സിദ്ധിയുള്ളവര് നമ്മളെ ചികിത്സിക്കും. അങ്ങനെയുള്ളവരുടെയൊക്കെ ചികിത്സയ്ക്ക് പോകുമ്പോൾ വളരെ ആലോചിച്ചിട്ട് വേണം പോകാൻ. ഈ വൈദ്യമൊക്കെ കരസ്ഥമാകാൻ പണ്ട് 10-20 കൊല്ലമാണ് പഠിച്ചിരുന്നത്. കുറെ കാലമെടുക്കും ഈ അഷ്ടാംഗ ഹൃദയവും ചരക സംഹിതയും സുശ്രുത സംഹിതയും സഹസ്രയോഗവും ഒക്കെ മനഃപ്പാടമാകാൻ. അതിനുശേഷം അത് പ്രയോഗിച്ച് പരിചയമുള്ള ഒരാളുടെ കൂടെ നിന്ന് അത് പ്രയോഗിച്ച് പരിചയപ്പെടണം. എങ്ങനെ പോയാലും ഒരു 12 മുതൽ 20 കൊല്ലം വരെ കാലമെടുക്കും ഒരു നല്ല വൈദ്യനായി പുറത്തു വരണമെന്നുണ്ടെങ്കിൽ. ഇപ്പൊ അതൊന്നും വേണ്ടെന്നാ പറയണത്. ഏതെങ്കിലും അമ്പലത്തിൽ പോയി കുറച്ചു കാലം ഭജിച്ചാൽ മതി എന്നാണ് പറയണത്. ഈ സ്വയം പ്രഖ്യാപിത സിദ്ധന്മാരെല്ലാം വളരെ ചെറുപ്പം മുതലേ ഈശ്വരോന്മുഖരാണ്. അവരെല്ലാം ചെറുപ്പം മുതലേ പലരും വീട് വിട്ടിറങ്ങിയതാണ്. അങ്ങനെ വീട് വിട്ടിറങ്ങി അലഞ്ഞു തിരിയുന്നവരെ കൊച്ചുകുട്ടികൾ 13, 14, 15 വയസ്സിലാണത്ര ഇവരൊക്കെ തിരിഞ്ഞിരുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരെ കാണുമ്പം ഈ നാട്ടിലെ പോലീസുകാർ ഇടപെടില്ലേ? അങ്ങനെയുള്ളവരെ കാണുമ്പോൾ ഇവിടുത്തെ സന്നദ്ധ സംഘടനകളൊന്നും ഇടപെടില്ലേ? അതൊക്കെ ഒരു ചോദ്യമല്ലേ. പിന്നെ ഇവര് പറയണത് ഇവര് ഏതൊക്കെയോ അവധൂതന്മാരുടെ അനുഗ്രഹം കിട്ടിയവരാണെന്നാണ്. മഷിയിട്ട് നോക്കിയിട്ട് എൻ്റെ ചെറുപ്പത്തിലൊന്നും അധികം അവധൂതന്മാരെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം മുഴത്തിന് അവധൂതന്മാരാണെന്നാ പറയണത്. പല അവധൂതന്മാർക്കും അവധൂതൻ എന്നുള്ള പദവി മാത്രമേ ഉള്ളൂ, പേരൊന്നുമില്ല. പിന്നെ ചിലര് അവധൂതന്മാരുടെ പേരുകളൊക്കെ പറയും. അവരെ നമ്മൾ അന്വേഷിച്ച് തന്ന അവരുടെ വേറെ ബൗട്ട്സും ഉണ്ടാവില്ല. അങ്ങനെ ഈ അവധൂതന്റെ അനുഗ്രഹം കിട്ടിയവർ, ഏതെങ്കിലുമൊക്കെ ക്ഷേത്രത്തിലെ ദേവതകളുടെ അനുഗ്രഹം കിട്ടിയവർ, അവർക്ക് വൈദ്യശാസ്ത്രത്തിൽ വെളിപാടുണ്ടാവുകയാണ്. അവർക്ക് ഭൂതഭാവി വർത്തമാനങ്ങളെ കുറിച്ച് വെളിപാടുണ്ടാവുകയാണ്. എനിക്കൊരു ചെറിയ സംശയം, ഇങ്ങനെ ആയുർവേദത്തെ കുറിച്ചൊക്കെ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് വെളിപാടുണ്ടാവുന്നവർക്ക് എന്തുകൊണ്ടാണ് അതിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഭാഗങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കാത്തത്? നമ്മുടെ ആയുർവേദത്തിന്റെ ഭാഗമായിരുന്നു ശസ്ത്രക്രിയ. അത് ഇന്ന് വരെ ഒരു ഭഗവാന്റെയോ ഭഗവതിയുടെയോ അനുഗ്രഹം കൊണ്ട് ആർക്കും അത് തിരിച്ചു കൊണ്ടുവരാനുള്ള വെളിപാടുണ്ടാകാത്തത് എന്തുകൊണ്ട്? ആയുർവേദത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ദൈവവ്യപാശ്രയ ചികിത്സ. അതിൻ്റെ എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. അതെന്തുകൊണ്ടാണ് പുനരുദ്ധരിക്കാൻ പറ്റാത്തത്? അതേപോലെ തന്നെ ആധ്യാത്മിക സാധന ചെയ്ത് മുന്നോട്ട് പോകുന്നവർക്ക് പലതരത്തിലുള്ള വൈഷമ്യങ്ങളും ഉണ്ടാകും, രോഗങ്ങളും ഉണ്ടാകും. അങ്ങനെ ആധ്യാത്മിക സാധന ചെയ്ത് മുന്നോട്ട് പോകുന്നവർക്കുണ്ടായ രോഗങ്ങൾ ചികിത്സിക്കുവാൻ പണ്ട് ആയുർവേദത്തിൽ ഒരു വിഭാഗം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതും ഇന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഇതൊന്നും റിവൈവ് ചെയ്യാൻ ഇവർക്ക് ആർക്കും സാധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. പിന്നെ ഇവർക്കൊക്കെ ഭൂതവും ഭാവി വർത്തമാനം പറയാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഭൂതഭാവി വർത്തമാനങ്ങളെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മഹർഷീശ്വരന്മാര് ജ്യോതിഷത്തെ ഉരുത്തിരിച്ചു കൊണ്ടുവന്നത്. അതൊന്നും വേണ്ടായിരുന്നല്ലോ. ഏതെങ്കിലും ഒരു ഭഗവാനെയോ ഭഗവതിയോ ഉപാസിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ പോരായിരുന്നു. ഉപാസന വേണം, പക്ഷെ ആ ശാസ്ത്രത്തിൽ അഗാധമായ പാണ്ഡിത്യവും വേണം. ശാസ്ത്രത്തിൽ അഗാധമായ പാണ്ഡിത്യത്തോടൊപ്പം ഉപാസനയും ഉണ്ടാകുമ്പോഴാണ് താൻ പഠിച്ച അറിവുകളെ പ്രയോഗിക്കാൻ പ്രാപ്തരാകുന്നത്. അപ്പോൾ ഇപ്പോൾ കാണുന്ന സ്വയം പ്രഖ്യാപിത സിദ്ധന്മാരെ PR വർക്ക് കൊണ്ട് സിദ്ധന്മാരായിത്തീരുന്നവരെ കണ്ടുമുട്ടാൻ ഇട വന്നാൽ ആദ്യം എന്ത് ചെയ്യണം? അവിശ്വസിക്കണം. വിശ്വസിക്കുകയല്ല വേണ്ടത്, അവിശ്വസിക്കണം. അവരെ കുറിച്ച് അന്വേഷിക്കണം. ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞു എന്നുള്ളതൊന്നും കേൾക്കരുത്. അവരവരന്വേഷിക്കണം. അന്വേഷിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യണം? പിന്നെയും അവിശ്വസിക്കണം. വീണ്ടും അന്വേഷണം ഊർജിതമാക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? പിന്നെയും അവിശ്വസിക്കണം. കാരണം ഇങ്ങനത്തെ സിദ്ധികളെ പറ്റിയിട്ടൊന്നും നമ്മുടെ പരമ്പരാഗതമായ സംസ്കൃതിയിൽ പറഞ്ഞിട്ടില്ല.
അങ്ങനെ ആയിരുന്നെങ്കിൽ ശങ്കര ഭഗവത്പാദർ എന്തിനാണ് ഉത്തമനായ ഒരു ഗുരുനാഥനെ തേടി ഈ ലോകം മുഴുവൻ അലഞ്ഞു തിരിഞ്ഞത്? ചോറ്റാനിക്കര ഭജന ഇരുന്നാൽ പോരായിരുന്നു? അല്ലെ കൊല്ലൂര് പോയി, അന്ന് കൊല്ലൂരില്ല, അന്ന് കൊല്ലൂര് മൂകാംബിക ഉണ്ടായിട്ടുണ്ടാവില്ല, കാരണം അത് ശങ്കരാചാര്യർ കൊണ്ടുവന്നു എന്നാണല്ലോ പറയണത്. പക്ഷെ ചോറ്റാനിക്കര അപ്പോഴും ഉണ്ടായിരുന്നു എന്നാ പറയണത്. വേറെയും അമ്പലങ്ങൾ ഉണ്ടായിരുന്നു, അവിടെ എവിടെയെങ്കിലും പോയി ഭജന ഇരുന്നാൽ പോരായിരുന്നു? ശ്രീ രാമാനുജാചാര്യര് ബോധായന ഭാഷ്യം, ബ്രഹ്മസൂത്രത്തിന്റെ ബോധായന ഭാഷ്യം, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അദ്ദേഹത്തിന്റെ ശ്രീഭാഷ്യം അദ്ദേഹം രചിച്ചിരിക്കുന്നത്. ആ ബോധായന ഭാഷ്യം അന്വേഷിച്ച് അദ്ദേഹം ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു. എന്നിട്ട് കാശ്മീരിൽ നിന്നാണ് അദ്ദേഹത്തിന് അതിന്റെ ഒരു കോപ്പി കിട്ടിയത്. അദ്ദേഹത്തിന് എത്ര പാടുപെട്ടത്? തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയിരുന്ന് ഭജിച്ചാൽ പോരായിരുന്നോ? ഇവർക്കൊന്നും അന്ന് അങ്ങനെ ചെയ്യാനല്ലല്ലോ തോന്നി. ഇവരെ ഒന്നും ഭഗവാനും ഭഗവതിയും അനുഗ്രഹിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇങ്ങനത്തെ സിദ്ധികളെ ഒന്നും അവർ അംഗീകരിച്ചിരുന്നില്ല. യോഗശാസ്ത്രത്തിലെ സമാധിയെ പോലും ഇവർ അംഗീകരിച്ചിരുന്നില്ല. യോഗശാസ്ത്രത്തിലെ സമാധി ചിത്തശുദ്ധിക്ക് മാത്രം കാരണമാകും എന്നാണ് ശങ്കര ഭഗവത്പാദർ പറഞ്ഞത്. അത് കഴിഞ്ഞാൽ പിന്നെ ശാസ്ത്രം പഠിക്കണം. രാമാനുജാചാര്യര് സമാധിയിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന പ്രജ്ഞയെ അംഗീകരിച്ചിട്ടില്ല. രാമാനുജാചാര്യര് പറഞ്ഞത് പരമമായതിനെ അറിയാൻ ഒരു വഴിയേ ഉള്ളൂ, അത് ശാസ്ത്ര പഠനത്തിലൂടെയാണ് എന്നാണ്. അപ്പൊ ഇവരൊക്കെ ഇവരുടെ സമയം വെറുതെ കളഞ്ഞില്ലേ? ഇന്നത്തെ ആൾക്കാരെ പോലെ ചെറുപ്പകാലത്തിലെ ഇദ്ദേഹം വീട് വിട്ടു പോയിട്ടുമുണ്ട്. ആര്? ശങ്കര ഭഗവത്പാദർ. വല്ല അമ്പലത്തിലും പോയിരുന്നു ഭജിച്ചാൽ പോരായിരുന്നു? അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും കാണുന്ന ഏതെങ്കിലും ഒരു അവധൂതന്റെ ചവിട്ട് കൊണ്ടാൽ പോരായിരുന്നോ? അതുകൊണ്ട് ഈ മാതിരി സ്വയം പ്രഖ്യാപിത സിദ്ധകളെയും സിദ്ധന്മാരെയും ഇപ്പൊ അനവധിയുണ്ട്, ഇതിനൊന്നും ജെൻഡറില്ല. ഇവരെ ഒന്നും വിശ്വസിക്കരുത്. കയ്യിലിരിക്കുന്ന കാശ് പോകും. നിങ്ങളുടെ കാശ് അവർക്ക് കൊടുക്കുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല, ഞാൻ എൻ്റെ ധർമ്മം നിർവഹിക്കുന്നു എന്ന് മാത്രം. ആ ജ്ഞാനമല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് ശരിക്കും പരമമായതിനെ കുറിച്ചിട്ടുള്ള അറിവാണ്. ആ പരമമായതിനെ കുറിച്ചിട്ട് അറിവുണ്ടായാൽ വേറെ എന്തെങ്കിലും വേണം എന്ന് തോന്നില്ല. അതാണ് വിരക്തി. സ്വയം വരണം ആ വിരക്തി. ഉണ്ടാക്കിയെടുക്കുന്ന വിരക്തി അല്ല, അത് ഉണ്ടാവുന്ന വിരക്തിയാണ്. സ്വയം ഉണ്ടാവുന്ന വിരക്തിയെ അനാദര വിരക്തി എന്നാണ് വിളിക്കുന്നത്. അനാദര വിരക്തി എന്ന് പറഞ്ഞാൽ എഫർട്ട്ലെസ് ആയിട്ടുണ്ടാകുന്ന വിരക്തി, പ്രയത്നരഹിതമായിട്ടുണ്ടാകുന്ന വിരക്തി. അഭിനവഗുപ്തപാദര് ഈ പദം പ്രയോഗിച്ചിട്ടുണ്ട്, അനാദര വിരക്തി എന്ന്. അനാദര വിരക്തിയെ കുറിച്ച് കഠോപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. എഫർട്ട്ലെസ് ആയിട്ടുണ്ടാകുന്ന ഒരു തരം ഡിറ്റാച്ച്മെന്റ്, അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ സജ്ജനങ്ങൾ ജ്ഞാനം, വിരക്തി തുടങ്ങിയവ സിദ്ധിച്ച ശേഷവും അങ്ങയെ തുടർന്നും ആരാധിക്കുന്നു. കാരണം അങ്ങ് സച്ചിദാനന്ദ സ്വരൂപനും ആത്മാരാമനുമാണ്. അങ്ങ് സച്ചിദാനന്ദ സ്വരൂപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജ്ഞാനം സിദ്ധിച്ചു കഴിഞ്ഞാൽ എന്താ മനസ്സിലാവുക? താൻ തന്നെയാണ് സച്ചിദാനന്ദ സ്വരൂപിയായ ഭഗവാൻ എന്ന് തിരിച്ചറിയും. താൻ തന്നെയാണ് ഇതെല്ലാമായി തീർന്നിരിക്കുന്നത് എന്ന് തിരിച്ചറിയും. അപ്പോൾ എന്ത് സംഭവിക്കും? ആത്മാരാമനും ആകും. അപ്പോൾ ജ്ഞാനവും വിരക്തിയും സിദ്ധിച്ചു കഴിഞ്ഞാൽ ഒരാൾ സച്ചിദാനന്ദ സ്വരൂപിയും ആത്മാരാമനുമായി തീരും. അങ്ങനെ സച്ചിദാനന്ദ സ്വരൂപരും ആത്മാരാമരും ആയി കഴിഞ്ഞാൽ അവരെ തന്നെയാണ് ആരാധിക്കുക. അവർക്ക് അവരോട് തന്നെയാണ് ഭക്തി തോന്നുക. ആ ഭക്തി, അഭേദ തലത്തിലുള്ള ഭക്തി, അത് നമുക്ക് വാക്കുകൾ കൊണ്ട് കൃത്യം പറഞ്ഞ് വിവരിക്കാൻ സാധിക്കുന്നതല്ല. ആ അഭേദ ഭക്തിയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ജഗദീശ്വര, സർവൈശ്വര്യ പരിപൂർണനായ ജഗദീശ്വര, അവിടുന്ന് സച്ചിദാനന്ദ സ്വരൂപനും ആത്മാരാമനുമാകയാലാണ് സജ്ജനങ്ങൾ ജ്ഞാനം, വിരക്തി തുടങ്ങിയവ സിദ്ധിച്ച ശേഷവും അങ്ങയെ തുടർന്നും ആരാധിക്കുന്നത്. ആത്മജ്ഞാനം സിദ്ധിച്ചവർ കേവലം വിഷയ സുഖലബ്ധിക്കായി ഭഗവാനെ ഭജിക്കുകയില്ലല്ലോ. ആത്മജ്ഞാനം സിദ്ധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? താൻ ആരാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവുക എന്നുള്ളതാണ്. താൻ ആരാണ് എന്ന് മനസ്സിലായാൽ തനിക്ക് എന്താ മനസ്സിലാവുക? താൻ തന്നെയാണ് പരമമായത് എന്നും താൻ തന്നെയാണ് ഈ പലതായി തീർന്നിരിക്കുന്നത് എന്നും തിരിച്ചറിയുകയാണ് ചെയ്യുക. ആ തിരിച്ചറിവുള്ളവർ കേവലം വിഷയ സുഖലബ്ധിക്കായി ഭഗവാനെ ഭജിക്കുകയില്ല. കാരണം അവരുടെ കാഴ്ചപ്പാടിൽ വേറെ ഒരു സുഖം ആവശ്യമല്ല. അവർ അപൂർണരല്ല, അതുകൊണ്ട് തന്നെ അവർ അതൃപ്തരല്ല. അപൂർണരല്ല, അതൃപ്തരല്ല, അതുകൊണ്ട് തന്നെ അവർക്ക് വേണം വേണ്ട എന്നുള്ളതില്ല. അവരെ തന്നെയാണ് ആരാധിക്കുന്നത്. അതാണ് പരമമായ ആരാധന.
അപ്പൊ അതുകൊണ്ട് അങ്ങനെ ജ്ഞാനവും വിരക്തിയും ലഭിച്ചവർ അങ്ങയെ തുടർന്ന് ആരാധിക്കുന്നത് അങ്ങ് സച്ചിദാനന്ദ സ്വരൂപനും ആത്മാരാമനുമാകയാലാണ്. അങ്ങനെയുള്ളവർ ആ ആത്മജ്ഞാനം താൻ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞവർ അവർ കേവലം വിഷയസുഖലബ്ധിക്കായിട്ട് ഭഗവാനെ ആരാധിക്കുകയില്ലല്ലോ. അപ്പം കേവലം വിഷയ സുഖലബ്ധിക്കായിട്ട് ഭഗവാനെ ആരാധിക്കുന്നവർ പരമമായിട്ടുള്ള അറിവ് നേടിയവരല്ല. പരമാത്മാവായ അവിടുത്തെ പദകമല സ്മരണയല്ലാതെ മറ്റൊരു ലക്ഷ്യവും അവർക്കില്ലാതാനും. കാരണം ഭഗവാൻ അല്ലാതെ വേറെ ഒന്നുമില്ല എന്നുള്ളത് കൊണ്ട് അവർ എന്തിനെ കുറിച്ച് ചിന്തിച്ചാലും ഭഗവാനെ കുറിച്ച് തന്നെ ചിന്തിക്കുകയുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞത്. പരമാത്മാവായ അവിടുത്തെ പദകമല സ്മരണയല്ലാതെ മറ്റൊരു ലക്ഷ്യവും അവർക്കില്ല. മറ്റൊരു ലക്ഷ്യം അവർക്കുണ്ടാകണമെന്നുണ്ടെങ്കിൽ ഭഗവാനിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് എന്തോ ഒന്ന് ഉണ്ട് എന്നവർക്ക് മനസ്സിലാവണം. അങ്ങനെയൊന്നില്ല, ഭഗവാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ യാതൊന്നു കേൾപ്പതതു നാരായണ സ്തുതി, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചന, യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നതൊക്കെയും ഹരി നാരായണായണം. എല്ലാം ഭഗവാനാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അവർക്ക് ഈ പരിമിതമായതിനോടുള്ള താല്പര്യമേ ഇല്ലാണ്ടാക്കും. അതാണ് ഭൃതു മഹാരാജാവ് ഭഗവാനോട് പറയുകയാണ്. ഇവിടെ വ്യാസഭഗവാൻ അഭേദമായ ഭക്തി, അഭേദ തലത്തിലുള്ള ഭക്തിയെ നമുക്ക് പരിചയപ്പെടുത്തി തരാൻ ആരംഭിച്ച് തുടങ്ങുകയാണ്.